അവിട്ടം നക്ഷത്രക്കാർ പൊതുവെ നല്ല എനർജറ്റിക് ആയിരിക്കും, അംബീറ്റിയസ് ആയിരിക്കും, ടീം ഓറിയൻറ്റഡ് ആയിരിക്കും, നല്ല ഫെയിമിനെല്ലാം നല്ല ആഗ്രഹം ഉള്ളവരായിരിക്കും. അതായത് പ്രശസ്തി എല്ലാം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കും, സോഷ്യലി നല്ല ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് ക്ഷമ കെട്ടുപോവാറുണ്ട്. അതിങ്ങനെ കുറേ നേരം ഇരുന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കുറേ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫ്രസ്ട്രേഷൻ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവാറുള്ളൂ. ഓഗസ്റ്റ് മാസത്തിൽ കരിയർ പരമായിട്ട് നോക്കുകയാണെങ്കിൽ വർക്ക് ലോഡ് നല്ല ഹെവി ആയിരുന്നു. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു മിക്സഡ് റിസൾട്ടാണ്. വരവും ചിലവും ഒക്കെ ഒരുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ ലാഭമൊന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല. റിലേഷൻഷിപ്പിലും കുറച്ച് കോറൽസ് എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ മാറ്റാവുന്നുള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെൽത്ത് പരമായിട്ട് സ്ട്രെസ്, സ്ലീപ്പ് ഇഷ്യൂ എന്നിവ പ്രോബ്ലംസ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവും, അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സെപ്റ്റംബർ മാസത്തിൽ അങ്ങനെയൊന്നുമല്ല. കരിയർ പരമായിട്ട് മ്യൂസിക്, ഡിഫൻസ്, പൊളിറ്റിക്സ്, കോർപ്പറേറ്റ് സെക്ടർ എന്നിവയിലൊക്കെ വർക്ക് ചെയ്യണവരാണെങ്കിൽ നല്ല ഫേവറബിൾ ആണ്. നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാനും സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് പരമായിട്ട് മീഡിയ, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഹോട്ടൽ ഇൻഡസ്ട്രി എന്നിവയിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലാഭം മാത്രമേ സെപ്റ്റംബറിലുള്ളൂ. ആദ്യത്തെ 2 വാരം കൊണ്ടാണ് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുക. അതിന് ശേഷം നിങ്ങൾ ലാഭം അധികം പ്രതീക്ഷിക്കേണ്ട, എന്തായാലും ലാഭം ഉണ്ടാവില്ല.